ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വോയിസ് ക്ലിയർ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ആൾക്കാർ കൂടി വരാനുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ബെറ്റർ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി വീക്ക്ലി വൺസ് നമ്മൾ ഈ ഒരു ഫ്രീ വെബിനാർ സെക്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്രൈഡേ ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. ഈ ഒരു സെക്ഷനിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ള ആൾക്കാരിൽ വെറും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ബേസിക് പോലും ഫോറക്സ് മാർക്കറ്റിനെ പറ്റി അറിയാത്ത ആൾക്കാരാണ്. എന്നാൽ കുറച്ച് ബേസിക് അറിയാവുന്നവരും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ICT കൺസെപ്റ്റിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇത് കാണും, അതെന്തായാലും ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഈ വെബിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ബേസിക് ഓഫ് ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ICT കൺസെപ്റ്റിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വെർഷൻസ് ഉണ്ട്. ഒരു എൻട്രി കൺസെപ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്നവർക്ക് വേണ്ടി ഒരു എൻട്രി കൺസെപ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റിൽ ഞാനൊന്ന് അനലൈസ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പെർഫോമൻസ്, ഇതെല്ലാം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂറിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. അപ്പം ഈ ഒരു മേഖല സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ആയിരിക്കും ഞാൻ എൻട്രി കൺസെപ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. അത്യാവശ്യം നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിലൊരു ബുക്കും പെന്നും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഇപ്പം ട്രേഡിംഗ് എന്ന് പറയാൻ നേരത്തെ ഇന്ത്യയിൽ നിന്ന് ട്രേഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി, അല്ലെ? അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ് അവൈലബിൾ ആണ്. ബിറ്റ്കോയിനും എതേറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഫോറക്സ് മാർക്കറ്റ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ ക്രിപ്റ്റോ മാർക്കറ്റിനേക്കായും ഇന്ത്യൻ മാർക്കറ്റിനേക്കായും കുറച്ചുകൂടെ സ്പെഷ്യാലിറ്റികൾ ഫോറക്സ് മാർക്കറ്റിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രേഡിംഗ് വോളിയം ആണ്. ട്രേഡിംഗ് വോളിയം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ദിവസത്തെ ട്രേഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് ഒരു 9 to 10 ബില്യൺ ആണ്. ഓക്കെ, ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം. അതേസമയം ക്രിപ്റ്റോ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വേൾഡ് വൈഡ് ഉള്ള മാർക്കറ്റ് ആണ്. ആ ഒരു മാർക്കറ്റിൽ ഒരു 45 to 50 ബില്യൺ എന്തുണ്ട്, ട്രേഡിംഗ് വോളിയം ഉണ്ട്, ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം. എന്നാൽ ഈ രണ്ടെണ്ണം ഫോറക്സ് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോറക്സ് മാർക്കറ്റിലെ ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് ഏകദേശം 7.5 ട്രില്യൺ to 9 ട്രില്യൺ ആണ്. ഓക്കെ, അപ്പം അത്രയ്ക്ക് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് ആണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനേക്കായും ക്രിപ്റ്റോ മാർക്കറ്റിനേക്കായും കൂടുതൽ ആൾക്കാർ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും, കൂടുതലുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, രണ്ട് കൺട്രികൾ തമ്മിലുള്ള, രണ്ട് രാജ്യങ്ങളുടെ കറൻസികൾ തമ്മിലുള്ള വിനിമയത്തിൽ ട്രേഡ് ചെയ്യുന്നതിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കൺട്രികളുടെ കറൻസികൾ തമ്മിലുള്ള വിനിമയം എന്ന് പറയുന്നത് ഫിസിക്കലി നടക്കുന്നുണ്ട്, ഡിജിറ്റലി നടക്കുന്നുണ്ട്. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോകുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇന്ത്യൻ കറൻസി അവിടെ ചെന്ന് പർച്ചേസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ കയറിയിട്ട് നമ്മുടെ ഇന്ത്യൻ കറൻസി കൊടുത്തുകൊണ്ട് അവിടുത്തെ $US വാങ്ങണം. ഓക്കെ, ഇതൊരു ഫിസിക്കൽ ട്രാൻസാക്ഷൻ ആണ് നടന്നത്, അല്ലെ? ഈ ഒരു ഫിസിക്കൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക ചെന്ന് ഞാൻ അന്നത്തെ റേറ്റ് ഒരു $83 റേറ്റ് എന്ന് പറയുന്നത് 83 ആണ്. ഞാനൊരു എക്സ്ചേഞ്ചിൽ കയറി അത് കൺവേർട്ട് ചെയ്ത് മാറ്റി. ഒരു മാസം ഞാൻ അവിടെ നിന്ന സമയത്തും ഒരു മാസം കൊണ്ട് $US റേറ്റ് $1 കൂടിയെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി 1 കൂടിയെന്ന് ചിന്തിക്കുക. 83 84 ആയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലുള്ള $US ഞാൻ അതേപോലെ അവിടെ റിട്ടേൺ കൊടുത്താൽ എനിക്ക് ചെറിയൊരു ലാഭം കിട്ടും. ഞാൻ 83 വാങ്ങിയ സാധനം 84 ആയി, അല്ലെ? ഈ ഒരു ഫിസിക്കൽ ട്രാൻസാക്ഷൻ നടന്നതുപോലെ തന്നെ ഡിജിറ്റലി നടക്കുന്ന ഈ ട്രാൻസാക്ഷനെ ട്രേഡ് ചെയ്യുന്നതിനെയാണ്, ഈ ട്രാൻസാക്ഷൻ അത് ട്രേഡ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി യൂട്യൂബിലോ അല്ലെങ്കിൽ അല്ലാതെ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്തെല്ലാം പല കൺട്രികളുടെ കറൻസികൾ, അതായത് രണ്ട് കൺട്രീസിന്റെ കറൻസി, ഈ രണ്ട് കൺട്രീസിന്റെ കറൻസിയെ റെപ്രസെന്റ് ചെയ്യുന്നത് കുറച്ച് ഫോംസിലാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് കുറച്ച് മേജർ കറൻസികളുടെ റെപ്രസെന്റേഷൻ ലിസ്റ്റ് ആണ് ഇത്. ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? യൂറോ.
യൂറോപ്യൻ യൂണിയന്റെ കറൻസിയാണ്. ഓക്കെ, അപ്പൊ ഈ യൂറോപ്യൻ യൂണിയന്റെ കറൻസിയെ ഫോറക്സ് മാർക്കറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? EUR ഇങ്ങനെയാണ്. പൗണ്ട് എന്താണ്? ബ്രിട്ടന്റെ കറൻസിയാണ്, അതിന്റെ GBP. ഓസ്ട്രേലിയൻ ഡോളറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് AUD. US ഡോളറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് USD. കനേഡിയൻ ഡോളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന CAD. സ്വിറ്റ്സർലൻഡിന്റെ കറൻസി റെപ്രസെന്റ് ചെയ്യുന്നത് CHF. ജപ്പാന്റെ കറൻസി JPY. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ജപ്പാന്റെ കറൻസി അല്ലെങ്കിൽ കാനഡയുടെ കറൻസി അല്ലെങ്കിൽ കനേഡിയൻ ഡോളർ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കത്തില്ല നമ്മൾ പറയുന്നത്. അതിന് പകരം നമ്മൾ എന്തായിരിക്കും പറയുന്നത്? ഈ ഷോർട്ട് ഫോംസ് ആയിരിക്കും നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോറക്സ് മാർക്കറ്റിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ബെനിഫിറ്റ്സ് നമുക്ക് ആദ്യം സംസാരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് ആണ് ടാക്സ് എന്ന് പറയുന്നത്. അറിയാലോ, ഇന്ത്യ ഒരു ടാക്സ് ബേസ്ഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് കുറെ ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് ടാക്സ് മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് STT, സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓക്കെ, പിന്നെ എക്സ്ചേഞ്ചിന്റെ ടേൺ ഓവർ റേറ്റ്, അത് ചെറിയൊരു എമൗണ്ട് പിടിക്കുന്നുണ്ട്. സെബിയുടെ ടേൺ ഓവർ റേറ്റ്, അതോടൊപ്പം തന്നെ GST. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടിന് ടാക്സ്. അതായത് നിങ്ങളൊരു 1 lakh ഇൻകം ജനറേറ്റ് ചെയ്താൽ, ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ അതിനകത്ത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ചിലപ്പം 90,000 സംതിങ് ആയിരിക്കും. ഓക്കെ, ബാക്കി അവിടെ കുറച്ച് എമൗണ്ട് ടാക്സും കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പിടിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിനോട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രയാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അത് പൂർണ്ണമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, അതൊരു ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ടൈമാണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യാനുള്ള. വേറൊന്നുമല്ല, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ട്രേഡിംഗ് ടൈം ഉണ്ട്. രാവിലെ 9:15 തൊട്ട് 3:30 വരെയാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രാവിലെ 9:15 സ്റ്റാർട്ട് ചെയ്യുന്നു, 3:30 ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനോ, ഇപ്പൊ കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒരു വർക്കിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എന്താണ് മാർക്കറ്റിൽ നോക്കാൻ പറ്റുമോ? പോസിബിൾ അല്ലല്ലേ. കാരണം എന്താണ്, അതേ ടൈമിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പണിങ്. പല ആൾക്കാരും വെറുതെ ഒക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നോക്കാൻ പറ്റുന്നതൊക്കെ. അതൊക്കെ വെറുതെ ആണ്. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് മാർക്കറ്റിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നല്ലപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതൊരു നെഗറ്റീവ് സൈഡാണ്. പക്ഷെ ഫോറക്സ് മാർക്കറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24/5 ഓപ്പൺ ആണ്. അതായത് തിങ്കൾ ടു വെള്ളി മാർക്കറ്റ് 24 മണിക്കൂർ ഓപ്പൺ ആണ്. ഓക്കെ, അതും മാർക്കറ്റിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത് ഈവനിങ്ങിന് ശേഷമാണ്. അതായത് വൈകിട്ട് ഒരു 6:30 ശേഷമാണ് മാർക്കറ്റിലെ ഏറ്റവും നല്ല ട്രേഡിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത കാര്യമാണ് ഹൈ ലിവറേജ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് ഈസി അക്കൗണ്ട് ഓപ്പണിംഗ്. ഓക്കെ, നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അത് ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഉള്ള ഒരു അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ള ബ്രോക്കേഴ്സ്, ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ആലീസ് ബ്ലൂ, ഫസ്റ്റ് സ്റ്റോക്ക്, സെറോദ, ഗ്രോ, അങ്ങനെ കുറെ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇവിടെ എല്ലാം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 48 hours, 2 ദിവസത്തെ ഡിലേ ആണ് ഇവർ പറയുന്നത്. 2 ദിവസത്തിനുള്ളിൽ റെഡി ആകും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ കാര്യം ഫോറക്സ് മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അവരുടെ വെബ്സൈറ്റിൽ കയറുക, നമ്മുടെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഈസി അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡെലിവറി ആൻഡ് ഹോൾഡിംഗ് ട്രേഡ്സ്. ഡെലിവറി ആൻഡ് ഹോൾഡിംഗ് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ടൈം പറഞ്ഞല്ലോ, 9:15 to 3:30. ഓക്കെ, ഈ ടൈമിൽ നമ്മളൊരു എൻട്രി എടുക്കാൻ തീരുമാനിച്ച് ഒരു എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, ഈ എൻട്രി ഇന്നത്തെ ദിവസം എടുത്ത് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യണം. അതായത് ഞാൻ ഇന്നൊരു എൻട്രി എടുക്കുവാണെങ്കിൽ അത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം, അതോ ഇന്ന് എടുത്തിട്ട് നാളെ അവസാനിപ്പിക്കാനാണോ എന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് മാത്രമേ ആ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റൂ. അതിനെയാണ് ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ
9:15 സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ ഒരു എൻട്രി എടുക്കുന്നു, അത് 3:30-ക്കുള്ളിൽ ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 3:30-ക്കുള്ളിൽ നിങ്ങൾ ക്ലോസ് ചെയ്തില്ലെങ്കിലും അത് തന്നെ സ്ക്വയർ ഓഫ് ആയി പോകും. ഓക്കെ, ബ്രോക്കർ അത് ക്ലോസ് ചെയ്യും. അതേസമയം നിങ്ങൾ ഡെലിവറി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഇന്നെടുത്തിട്ട് 2, 3, 4, 5 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഫോറക്സ് മാർക്കറ്റിലോട്ട് വന്നാൽ ഇതിന്റെ ആവശ്യമില്ല. ഫോറക്സ് മാർക്കറ്റിൽ ആകെ ഒറ്റ കാര്യമുള്ളൂ, ഒന്നെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ല്. അത് നിങ്ങൾക്ക് ഇന്നെടുത്തിട്ട് 5 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാം, 1 മണിക്കൂറിന് ശേഷം ക്ലോസ് ചെയ്യാം, ഇനി 5 or 10 ദിവസത്തിന് ശേഷം വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഡെലിവറി ഇൻട്രാഡേ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊരു പോസിറ്റീവ് സൈഡാണ്. അടുത്തത് ഈസി ടു മാനേജിന്റെ സിംഗിൾ ആപ്പ്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് ബ്രോക്കേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ ഇന്ത്യ മാർക്കറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഉള്ളൂ, അത് ഒരെണ്ണം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. പക്ഷെ നമ്മൾ ഇതെല്ലാം ഈ ബ്രോക്കേഴ്സിലെല്ലാം പല അക്കൗണ്ട് ഉണ്ട് എന്ന് ചിന്തിക്കുക. ഈ ബ്രോക്കറിലുള്ള അക്കൗണ്ടുകളൊന്നും നമുക്ക് ഒരുമിച്ച് ഒറ്റ ഒരു ആപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എനിക്ക് സെറോദയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഗ്രോയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ 2 അക്കൗണ്ടും ഞാൻ സെപ്പറേറ്റ് തന്നെ കീപ്പ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ഒരു മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിന് വേണ്ടി, സ്വിംഗ് ട്രേഡിന് വേണ്ടി, ഇതിനൊക്കെ പല ബ്രോക്കേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഫോറക്സ് മാർക്കറ്റിലോട്ട് വന്നാൽ അവിടെ പറഞ്ഞ പോലെ തന്നെ എത്ര ബ്രോക്കറി വേണേലും നമുക്ക് അക്കൗണ്ട് എടുക്കാം. എന്നാൽ ഈ അക്കൗണ്ട്സ് എല്ലാം MD5 എന്ന് പറഞ്ഞ ഒറ്റ ഒരു ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എത്ര ബ്രോക്കറി അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് മെറ്റാ ട്രേഡർ 5 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്താൽ മതി, ബാക്കിയുള്ള എല്ലാ ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും ഒരു വലിയ പ്രത്യേകത. അത് ഈസി ടു മാനേജിന്റെ സിംഗിൾ ആപ്പ്. ഓക്കെ, പിന്നെ ഫോറക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ആവുന്ന ഒരു കാര്യമാണ് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫണ്ട് വേണം ആണല്ലോ. നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. ഫണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. ഒന്നെങ്കിൽ കടം വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. എന്നാൽ ഫോറക്സ് മാർക്കറ്റിൽ ഇത് കൂടാതെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ട്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്നത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് നിങ്ങൾക്ക് ഫണ്ട് തന്ന് സഹായിക്കും. ഓക്കെ, അപ്പം ട്രേഡിങ്ങിന്റെ കപ്പാസിറ്റി ആർക്കും അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ പൊട്ടൻഷ്യൽ ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പൊട്ടൻഷ്യൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ആ കണ്ട പൊട്ടൻഷ്യലിലോട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ട്രേഡിങ്ങിൽ ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയൊരു വരുമാനമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് പറയുന്നത്. ഏറ്റവും മിനിമം എമൗണ്ട് 1 lakh. പക്ഷെ നമ്മൾ തുടക്കക്കാർക്ക് അത് ആദ്യമേ കൈ നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. നിങ്ങൾക്ക് വെറും 3500 രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഫണ്ട് അക്കൗണ്ട് എടുക്കാം. അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനിയെ സമീപിക്കുന്നു, അവരോട് പറയുന്നത് ഞങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ നന്നായിട്ട് അറിയാം, ഓക്കെ, ഞങ്ങൾക്ക് ഫണ്ട് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം അവർ ഒരു ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഒരു ഡെമോ അക്കൗണ്ട് തന്ന് നിങ്ങളെ സഹായിക്കും. ആ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നോർമലി ഒരു $39, അതായത് 3500 നിങ്ങൾക്ക് കിട്ടുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു $5000 5K അക്കൗണ്ടാണ്. $5000 എന്ന് പറഞ്ഞാൽ ഒരു 4.25 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഓക്കെ, ഈ അക്കൗണ്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യണം. ഈ അക്കൗണ്ട് വെച്ച് എന്ത്, നിങ്ങൾ നല്ലപോലെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യണം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം അവർ പറയുന്നത് ഫേസ് 1 എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ട്. ആ ഫേസ് 1ൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് 8% ആണ്. അതായത് $5000 യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ 8% $400 മേക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് മേക്ക് ചെയ്താൽ നിങ്ങൾ ഫേസ് 1 പാസ്സായി. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് ഫേസ് 2 കിട്ടും. വീണ്ടും ഒരു $5000 ഫ്രഷ് അക്കൗണ്ട് കിട്ടും. അവിടെ നിങ്ങൾ മേക്ക് ചെയ്യേണ്ട എത്ര, 5%. ഓക്കെ, 5% നിങ്ങൾ അവിടെ മേക്ക് ചെയ്യണം. ഈ 5% നിങ്ങൾ മേക്ക് ചെയ്താൽ ഈ ഡെമോ അക്കൗണ്ട് നിങ്ങൾക്ക് പാസ്സായി കിട്ടും. ഓക്കെ, നല്ല ഡിസിപ്ലിനായിട്ടും നല്ലപോലെ ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്ത് മാത്രമേ ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റൂ. ഇത് ഇത്രയും നമ്മൾ ഇങ്ങനെ ഒന്ന് പാസ്സാക്കി എടുത്താൽ ഈ ഒരു അക്കൗണ്ട് നമ്മൾ റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. അതായത് 4 ലക്ഷം രൂപയുടെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, പിന്നീട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ, ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ 80% നമുക്കുള്ളതാണ്. ബാക്കി 20% എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് കൊടുക്കണം.
ഇതാണ് റൂൾ എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് നന്നായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 90%, 10% അങ്ങനെ പല ഫോർമാറ്റിൽ മാറും. ഓക്കെ, എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ $5000 യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു 10% നിങ്ങൾ മേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഒരു മാസം ഇത് പാസ്സാക്കിയിട്ട് മേക്ക് ചെയ്താൽ എന്താണ് 5000ന്റെ 10% എന്ന് പറഞ്ഞാൽ $500. അതിന്റെ 80% ആർക്ക് എടുക്കാൻ പറ്റും? നമുക്ക് കിട്ടും. അതായത് $400 നമുക്ക് എടുക്കാൻ പറ്റും. കയ്യിൽ നിന്ന് ഒറ്റ എമൗണ്ട് നമ്മൾ മുടക്കിയിട്ടില്ല. ആകെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു $39 അല്ലെങ്കിൽ $40 നമ്മൾ കൊടുത്തേ. ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഇത് റീഫണ്ടബിൾ ആ. നിങ്ങൾ ഫസ്റ്റ് പേയ്മെന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് പേയ്മെന്റിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ നമ്മൾ മുടക്കിയ എമൗണ്ട് റിട്ടേണും കയറും. ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ട്രേഡിങ്ങിനകത്ത് ട്രേഡ് ചെയ്ത് പഠിക്കണമെങ്കിൽ റിയൽ മണി വേണം. ആ ഒരു റിയൽ മണി ഒരു പ്രൈവറ്റ് കമ്പനി തന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ബെസ്റ്റ് കാര്യം. അതും ഇത്രയും വലിയൊരു എമൗണ്ട്. ഇതാണ് ഫണ്ടഡ് ഫേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് വെറുതെ ഇവര് ഫണ്ട് തരുന്നില്ല. ഈ $5000 അക്കൗണ്ടിൽ 10% ലോസ് വരുത്തിയാൽ അക്കൗണ്ട് അടിച്ചു പോകും. ഓക്കെ, ടോട്ടൽ ക്യാപിറ്റലിന്റെ 10% ലോസ് വന്നാൽ അക്കൗണ്ട് പോയി. അതിന്റെ കൂടെ തന്നെ ഒരു ദിവസത്തെ ലോസ് 5%, അതായത് ഒരു ദിവസത്തെ ലോസ് 5% ആവാൻ പാടില്ല. $250 ഇനി ഒറ്റ ദിവസം ലോസ് വന്നൂടാ. വന്നാലും എന്താണ്? അക്കൗണ്ട് അടിച്ചു പോകും. ഇതേപോലെ ഫണ്ടഡ് അക്കൗണ്ട്സിനെല്ലാം പല റൂൾസ് ആണ്. ഇതിപ്പോ ഞാൻ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ റൂൾ മാത്രം പറഞ്ഞേ. ഇതേപോലെ ഓരോ ഫണ്ടഡ് അക്കൗണ്ടിനും പല റൂളാണ്. ഓക്കെ, ആ റൂൾ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫണ്ടഡ് ഫേംസ് എന്ന് പറയുന്നത്. ഇത് ക്രിപ്റ്റോ മാർക്കറ്റിലോ അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലോ അവൈലബിൾ അല്ല. ഓക്കെ, ഇത് നല്ല വൃത്തിക്ക് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല പോലെ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റും. അത് ഞാൻ കാണിച്ചു തരികയും ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റുഡൻസ് ജനറേറ്റ് ചെയ്ത കുറച്ച് ഫണ്ടഡ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷോ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഇത് സജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യന്റെ അക്കൗണ്ടാണ്. ഫണ്ടിങ് ബിപ്സ് എന്നാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട്, ഫണ്ടഡ് ഫേമിന്റെ പേര്. ഫേസ് 1 പാസ്സായതിന്റെ സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, അവരുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഫേസ് 1 പാസ്സായി, അതായത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു 8% ജനറേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇല്ല 5 years എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഓക്കെ, അത് പാസ്സായതാണ്. ഓക്കെ, ഇത് ഫേസ് 1 പാസ്സായതാണ്. ഇത് കണ്ടില്ലേ, $187 വിഡ്രോവലാണ് ഫണ്ടിങ് ബിപ്സിൽ നിന്ന്. ഓക്കെ, ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് അമല് ഫസ്റ്റ് പേ ഔട്ട് എടുത്തതാണ്. ഇതും 5 years അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് പാസ്സാക്കിയതാണ്. വേറെയും ഉണ്ട്, നമുക്ക് നോക്കാം. ഇതും പേ ഔട്ട് എടുത്തതാണ്. ഓക്കെ, $116 പേ ഔട്ട് എടുത്തതാണ്. ഇതും ഒരു പേ ഔട്ട് ആണ്. $158 പേ ഔട്ട് ആണ്. ഋഷി എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ പേ ഔട്ട് ആണ്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതേപോലെ മുകളിലോട്ട് പോയാൽ കുറെ ആൾക്കാർ കാണാൻ പറ്റും. ഇത് ഫേസ് 2 പാസ്സാക്കിയതാണ്. ഫേസ് 1ഉം ഫേസ് 2ഉം പാസ്സാക്കിയതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഒരു $158 പ്രോഫിറ്റ്, $158 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15,000 അടുത്ത് വരുന്നു. ഈ 15,000 പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ഒറ്റ ഒരു എമൗണ്ട് കയ്യിൽ നിന്ന് മുടക്കിയിട്ടില്ല. ഒരു ബിഗിനർ ആയിട്ട് വന്നു, ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എൻട്രി കൺസെപ്റ്റ് പഠിക്കുന്നു, അത് ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം നിന്ന് ട്രേഡ് ചെയ്യുന്നു. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് 15,000 തുടക്ക സമയത്ത് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ട്രേഡിങ്ങിനെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് നല്ലൊരു കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കറക്റ്റ് ഫോർമാറ്റ് കാര്യങ്ങൾ ചെയ്തു പോയാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ഫണ്ടഡ് ഫേംസിന്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് നടക്കാം. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിലെ 2 കൺട്രീസിന്റെ കറൻസികളാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, കറൻസി പെയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ കൊടുത്തിട്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂറോ USD. ഇതൊരു കറൻസി പെയർ ആണ്. ഇവിടെ ഏതൊക്കെ കൺട്രീസിന്റെ? യൂറോപ്യൻ യൂണിയന്റെ കറൻസി ഉണ്ട്, US ഡോളർ ഉണ്ട്, അമേരിക്കയുടെ കറൻസി ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാണുന്ന കറൻസി നമ്മൾ പറയുന്നതാണ് ബേസ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാണുന്ന കറൻസി കോഡ് കറൻസി. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ ഒരു ടേംസ് ഉണ്ട്. ഫസ്റ്റ് കാണുന്ന കറൻസി ബേസ് കറൻസി, സെക്കൻഡ് കാണുന്നത് കോഡ് കറൻസി. ഓക്കെ,
നിങ്ങൾ നോർമലി മാർക്കറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു കറൻസി ഏതാണെന്നുണ്ടെങ്കിലും യൂറോ USD ആയിക്കോട്ടെ, GBP USD എന്ന് പറഞ്ഞ കറൻസി ആയിക്കോട്ടെ, ഏത് കറൻസി ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ യൂറോ USD, ഈ ഒരു യൂറോ USDയുടെ വാല്യൂ 1.0976. ഇങ്ങനെ ആയിരിക്കും ഒരു കറൻസിയുടെ വാല്യൂ കാണുന്നത്. ഓക്കെ, അതാ ഇവിടെ കണ്ടില്ലേ, GBP USDയുടെ വാല്യൂ ഉണ്ട്, USD CAD വാല്യൂ ഉണ്ട്. ഇതേപോലെ ഓരോ കറൻസിയും നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇതെന്താ അർത്ഥമാക്കുന്നതെന്ന് അറിയോ? ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? ഈ ഫസ്റ്റ് കാണുന്ന ബേസ് കറൻസി, അതായത് ഫസ്റ്റ് കാണുന്ന കറൻസിയുടെ വാല്യൂ 1 ആണ്. അതായത് €1 നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് കാണുന്ന കറൻസി ഇത്രയും കൊടുക്കണം. അതായത് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ €1 നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ US ഡോളർ എത്ര കൊടുക്കണം? 1.09876 US ഡോളർ കൊടുത്തെങ്കിൽ മാത്രമേ €1 കിട്ടത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ നോർമലി ഇന്ത്യൻ മാർക്കറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസിയെ വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. USD INR. ഓക്കെ, USD INRന്റെ വാല്യൂ ഒരു 87 ആണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 86 ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്? $1 നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ഇന്ത്യൻ റുപ്പി കൊടുക്കണം? 86 ഇന്ത്യൻ റുപ്പി കൊടുത്തെങ്കിൽ മാത്രമേ $1 നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് കാണുന്ന കറൻസിയുടെ വാല്യൂ 1 ആണ്, സെക്കൻഡ് കാണുന്ന കറൻസി ഈ ഒരു വാല്യൂ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതാ ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ യൂറോ USDയുടെ വാല്യൂ ഇതാണെന്നുണ്ടെങ്കിൽ ഇതെന്താ മീൻ ചെയ്യുന്നത്? €1 കിട്ടണമെന്നുണ്ടെങ്കിൽ US ഡോളർ ഇത്രയും കൊടുക്കണം. ഓക്കെ, ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അടുത്ത പിപ്പ് ആൻഡ് പിപ്പറ്റ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് റിലയൻസിന്റെ ഷെയർ, ഓക്കെ, അതിന്റെ വാല്യൂ ഇപ്പോൾ ഉള്ള വാല്യൂ 300. ഞാനൊരു ഒരു ഷെയർ വാങ്ങി, ഞാൻ 300 കൊടുത്തിട്ട് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങി. ഒരു 10 ദിവസം ഹോൾഡ് ചെയ്തപ്പോൾ ഇതിന്റെ വാല്യൂ കൂടി 310 ആയി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 300-ൽ നിന്ന് 310 വന്ന മാറ്റത്തെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? 10 രൂപയുടെ ചേഞ്ച് ഉണ്ട്, അല്ലെ 10 റുപ്പിയുടെ ചേഞ്ച് ഉണ്ടായി, അല്ലെ 10 രൂപയുടെ ലാഭം നമുക്ക് കിട്ടി. ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ഇത് 310.5 ആണെങ്കിലോ 10 രൂപ 5 പൈസയുടെ ലാഭം നമുക്ക് കിട്ടി. ഇതാണ് പറയുന്നത് അല്ലേ? എന്നാൽ ഫോറക്സ് മാർക്കറ്റിലോട്ട് വന്നാൽ ഈ പറഞ്ഞ രൂപയും പൈസയും ഒന്നല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിപ്പും പിപ്പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഈ ഒരു ഫോർമാറ്റ് മനസ്സിൽ ഓർത്ത് വെച്ചോ. പിപ്പിന്റെ സ്ഥാനത്ത് രൂപയെ കാണുമ്പോൾ പിപ്പറ്റിന്റെ സ്ഥാനത്ത് പൈസയെ കാണുക. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കറൻസി പെയറിന്റെ വാല്യൂവിലെ ഏറ്റവും അവസാനത്തെ ഡെസിമൽ ആണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ യൂറോ USDയുടെ വാല്യൂ 1.09876 ആണെങ്കിൽ ഈ ലാസ്റ്റ് കാണുന്ന ഡെസിമൽ ഇല്ലേ, ഇതാണ് പിപ്പറ്റ്. ഇത് ഒരു പോയിന്റ് ചേഞ്ച് വന്നാൽ നമ്മൾ പറയുന്നത് ഒരു പിപ്പറ്റിന്റെ ചേഞ്ച് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ 6 എന്നുള്ള 7 ആയാൽ നമ്മൾ എന്താ പറയുന്നത്? ഒരു പിപ്പറ്റിന്റെ ചേഞ്ച് ഉണ്ടായി. 6 എന്നുള്ള 8 ആയാലോ 2 പിപ്പറ്റിന്റെ ചേഞ്ച് ഉണ്ടായി. അപ്പൊ 6 എന്നുള്ള 9 ആയാൽ 3 പിപ്പറ്റിന്റെ ചേഞ്ച് ഉണ്ടായി. ഈ ലാസ്റ്റ് ഡെസിമലിലെ ഓരോ പോയിന്റിനെ നമ്മൾ ഓരോ പിപ്പറ്റിന്റെ ചേഞ്ച് എന്നാ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 10 പിപ്പറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഒരു പിപ്പാവുന്നത്, അതായത് സെക്കൻഡ് ഡെസിമൽ. ഓക്കെ, ഈ ലാസ്റ്റ് കാണുന്ന ഡെസിമൽ 10 മൂവ് ചെയ്യുമ്പോഴാണ് പിപ്പ്. 10 പിപ്പറ്റാണ് ഒരു പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ഈ ലാസ്റ്റ് കാണുന്ന 6 വേണ്ട, അത് 0 മതി. ഓക്കെ, അപ്പം ഈ 70 എന്നുള്ളത് 80 ആവണം, അല്ലെ? അപ്പൊ 70 കൂടെ എത്ര നമ്മൾ കൂട്ടണം? 71, 72, 73, 74, അങ്ങനെ നമ്മൾ എത്ര കൂട്ടണം? 10 ചെയ്യുമ്പോൾ അല്ലേ 80 ആവുന്നേ. ഓക്കെ, അതാണ് 10 പിപ്പറ്റ്. ഓക്കെ, 70, 71, 72 അങ്ങനെ 10 മൂവ് ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ ഡെസിമല് മാറുന്നത്. ഓക്കെ, അതാണ് പിപ്പ് എന്ന് പറയുന്നത്. അതായത് 10 പിപ്പറ്റാണ് ഒരു പിപ്പ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഡെസിമൽ ചേഞ്ച് ഉണ്ടായാൽ 10 പിപ്പിന്റെ ചേഞ്ച്. ഈ 8 എന്നുള്ള 9 ആയാലും എന്താണ്? 10 പിപ്പിന്റെ ചേഞ്ച് എന്ന് പറയും. ഇത് 100 പിപ്പ്, ഇത് 1000 പിപ്പ്. ഓക്കെ, ഇത് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ടൈം ഫ്രെയിം എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ എത്ര പിപ്പ് മൂവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഈ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ എടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ കിടക്കുന്നതാണ് അതിന്റെ പിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ,
1.30060. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി എത്ര പിപ്പറ്റാ മൂവ് ചെയ്തേക്കുന്നത്? 10 പിപ്പറ്റ് അല്ലേ മൂവ് ചെയ്തേക്കുന്നത്? നിങ്ങൾ നോക്ക്, 60, 61, 62, 63, 67, 65, 66, 67, 68, 69, 20. അതായത് 10 പിപ്പറ്റ് മൂവ് ചെയ്തു. ഓക്കെ, ഈ 6 എന്നുള്ള 7 ആയപ്പോൾ, അതായത് 10 പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഒരു പിപ്പ്. ഓക്കെ, ഒരു പിപ്പിന്റെ മൂവ്മെന്റ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് വെച്ചൊന്ന് നോക്കിയോളൂ, അത് തന്നെയാണോ എന്നുള്ളത്. ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? 1 അതിനർത്ഥം എന്താ? ഒരു പിപ്പിന്റെ മൂവ്മെന്റ്. അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്യാൻഡിൽസും എത്ര പിപ്പ് മൂവ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ക്യാൻഡിലാണ്. ഇപ്പൊ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എത്ര പിപ്പ് മൂവ് ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കാണാതെ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് യൂസ് ചെയ്താൽ മതി. എത്ര പിപ്പാ? 10.6 പിപ്പ്. അതായത് 10 പിപ്പും 6 പിപ്പറ്റും മൂവ് ചെയ്തിട്ടുണ്ട്. 10 പിപ്പെന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. 10 പിപ്പിന്റെ മൂവ്മെന്റ് ആണ് ആ ഒരു ഒറ്റ സിംഗിൾ ക്യാൻഡിൽ എന്നത്. അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അതാണ് പിപ്പ്, പിപ്പറ്റ്. അടുത്ത ലോഡ് സൈസ്. ഓക്കെ, ഞാനിപ്പം ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ റിലയൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ടാറ്റയുടെ സ്റ്റോക്ക് ഞാൻ 300 വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 5 ക്വാണ്ടിറ്റി ഞാൻ 300 കൊടുത്തു. അതായത് എൻ്റെ കയ്യിൽ ടോട്ടൽ 1500 ഉണ്ടായി. അപ്പൊ 300 സ്റ്റോക്കിന്റെ വിലയെങ്കിൽ എനിക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും? 5 ക്വാണ്ടിറ്റി കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ 300 കൊടുത്താൽ എനിക്ക് എത്ര കിട്ടും? 1 ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ സിംഗിൾ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഫോറക്സ് മാർക്കറ്റിൽ വന്നിട്ട് ഈ കറൻസി പെയറുകളൊന്നും 1 ക്വാണ്ടിറ്റി, 2 ക്വാണ്ടിറ്റി, 3 ക്വാണ്ടിറ്റി അങ്ങനെയൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അവിടെ നമ്മൾ വാങ്ങേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ലോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുക. അതായത് ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഓരോ കൊട്ടയിൽ ഇട്ടേക്കുവാണെന്ന് പറയാം. ഓക്കെ, അത് 3 തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ലോട്ട്, 2 മിനി ലോട്ട്, മൈക്രോ ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ 1,00,000 യൂണിറ്റ്. 1,00,000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 ക്വാണ്ടിറ്റി. അതിപ്പം യൂറോ USD ആണെങ്കിലും GBP USD ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ലോട്ടിൽ എത്ര കാണും? 1,00,000 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മിനി ലോട്ടിൽ എത്ര കാണും? 10,000 യൂണിറ്റ്സ്, 10,000 ക്വാണ്ടിറ്റി ആണ്. മൈക്രോ ലോട്ടിൽ എത്ര കാണും? 1000 ക്വാണ്ടിറ്റി, 1000 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നാനോ ലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പം പല ബ്രോക്കേഴ്സിലും ഇല്ല. ഓക്കെ, ഈ 3 ലോട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ലോട്ടിൽ 1,00,000 യൂണിറ്റ്, 1,00,000 ക്വാണ്ടിറ്റി, മിനി ലോട്ടിൽ 10,000, മൈക്രോ ലോട്ടിൽ 1000 ക്വാണ്ടിറ്റി. ഓക്കെ, ഇത്രയും യൂണിറ്റ്സ്. ഇപ്പൊ ഏറ്റവും ചെറിയ ലോട്ടായിട്ടുള്ള മൈക്രോ ലോട്ടിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 1000 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, 1 ക്വാണ്ടിറ്റി അല്ല, 1000 ക്വാണ്ടിറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, യൂറോ USDയുടെ വാല്യൂ 1.080080. ഓക്കെ, ഇത്ര $. അതായത് 1 യൂറോ USDയുടെ വാല്യൂ എന്ന് പറയുന്നത് $1 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ലോട്ടായിട്ടുള്ള മൈക്രോ ലോട്ടിൽ എത്ര യൂറോ USD ഉണ്ട്? 1000 യൂറോ USD ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ ലോട്ട് 0.01 ലോട്ട് മൈക്രോ ലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര $? വേണം? ഒരെണ്ണത്തിന്റെ വില $1. 1000 ഉള്ളപ്പോൾ എത്ര വേണം? $1000 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൈക്രോ ലോട്ട് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഒരു 86,000 രൂപ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ലോട്ടായിട്ടുള്ള മൈക്രോ ലോട്ട് വാങ്ങി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലോ 1,00,000 യൂണിറ്റ് വേണം. അതായത് $1,00,000 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ലോട്ട്, അതായത് ഒരു ലോട്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പോസിബിൾ ആണോ എല്ലാവരെയും കൊണ്ടും? 86,000 കൊടുത്ത് ഏറ്റവും ചെറിയ ലോട്ടൊക്കെ വാങ്ങി ട്രേഡ് ചെയ്യാൻ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. അവിടാണ് നമ്മൾ കുറച്ച് മുന്നേ മാറ്റി വെച്ച ലിവറേജ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ലിവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ബൈയിങ് പവർ ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ ഇത്ര മടങ്ങ് ആ ബ്രോക്കർ നമുക്ക് ഇങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഫണ്ട് തന്ന് സഹായിക്കും. ഓക്കെ, അതായത് നിങ്ങളിപ്പം പല ബ്രോക്കേഴ്സും 1:100, 2000, 3000, അതോടൊപ്പം തന്നെ 1:1000, 500 ഇതൊക്കെ ലിവറേജ് ചെയ്യുന്നുണ്ട്. അതായത് 1:100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ കയ്യിലുള്ള 100 ആണെങ്കിൽ ആ 100ന്റെ 100 മടങ്ങ് ഫണ്ട് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ബൈയിങ് കപ്പാസിറ്റി മേക്ക് ചെയ്ത് തരും. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്ന ടൈമിൽ അപ്പം തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര ലിവറേജ് വേണമെന്ന്. വലിയ ലിവറേജ് ഒന്നും എടുത്തില്ലെന്നുണ്ടെങ്കിലും ചെറിയൊരു ലിവറേജ് അത്യാവശ്യം എല്ലാവരും എടുക്കാറുണ്ട്. ഒരു 1:100, 200 ഒക്കെ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും, മൈക്രോ ലോട്ടിൽ ഇപ്പം ഈ ഒരു ലോട്ടുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. മൈക്രോ ലോട്ടിൽ എത്രയാണ്? 1000 യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ലോട്ടിൽ എത്രയാണ്?
1,00,000 യൂണിറ്റ്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ലോട്ടിൽ 1,00,000 യൂണിറ്റാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുന്ന ടൈമിൽ 2000x ലിവറേജ് എടുക്കുകയാണെന്ന് ചിന്തിക്കുക. ഞാൻ 2000x ലിവറേജ് എടുത്താൽ എനിക്ക് എത്ര മതി ട്രേഡ് ചെയ്യാൻ വേണ്ടി? 1,00,000 ഡിവൈഡ് ബൈ 2000 എത്ര? $50 ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് $1,00,000 ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആ $1,00,000 ഞാൻ 2000x ലിവറേജ് എടുത്താൽ എന്താണ്? വെറും $50 ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ലോട്ടായിട്ടുള്ള മൈക്രോ ലോട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ 1000 ഡിവൈഡ് ബൈ 2000 എത്ര? $0.5. ഓക്കെ, അപ്പൊ അത്രയും ചെറിയ എമൗണ്ട് മതി. ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ അത്യാവശ്യം ചെറിയൊരു ലിവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും വലുതെടുക്കേണ്ട ഒരു ആവശ്യമില്ല, ചെറിയൊരു ലിവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $10 ഉണ്ടെങ്കിൽ പോലും ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോറക്സിലെ ബ്രോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് $10 യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ലിവറേജ് നിങ്ങൾക്ക് നൽകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോറക്സിന്റെ സെക്ഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോറക്സ് മാർക്കറ്റിലെ ഈ ഒരു ഫോറക്സിന്റെ സെക്ഷൻസ് അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് നല്ലപോലെ ICT-ലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇൻട്രാഡേ ട്രേഡ്സ് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഫോറക്സിൽ മെയിൻ ആയിട്ട് 3 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. ഓക്കെ, ഏഷ്യൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ രാവിലെ 3:30-ക്കാണ് ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ആ സമയത്തുള്ള ഓസ്ട്രേലിയൻ മാർക്കറ്റും ജപ്പാന്റെ മാർക്കറ്റും ഇൻക്ലൂഡ് ആവുന്നതാണ് ഏഷ്യൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ടൈം, ഓപ്പൺ ടൈമും ക്ലോസിംഗ് ടൈമും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പം ഏഷ്യൻ സെക്ഷനകത്ത് ഉൾപ്പെടുന്നതാണ് ഓസ്ട്രേലിയൻ മാർക്കറ്റും ജപ്പാന്റെ മാർക്കറ്റും. ലണ്ടൻ സെക്ഷനകത്ത് ഉൾപ്പെടുന്നത് ലണ്ടന്റെ മാർക്കറ്റും ജർമ്മനിയുടെ മാർക്കറ്റും. ഈ രണ്ടെണ്ണം ഉൾപ്പെടുന്നതാണ് ലണ്ടൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂയോർക്കിന്റെ അമേരിക്കൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ആണ് ന്യൂയോർക്കിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 സെക്ഷൻസ്. ഈ 3 സെക്ഷൻസ് വൃത്തിക്ക് ഇതേപോലെ മാർക്കറ്റിൽ അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേ ട്രേഡ്സ് പോലുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമുക്കിത് നോർമലി നോക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ മതി. ഒന്ന് ഏഷ്യൻ റേഞ്ച് ബൈ നിക്കോ, ICT സെക്ഷൻസ് കിൽസോൺ എന്ന് പറയുന്നത്. ഈ 2 ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്താൽ ഇതേപോലെ ഇവിടെ വന്ന് കിടക്കും. അതിന്റെ സെറ്റിംഗ്സിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്താനുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ചാർട്ടിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് ഫോം ചെയ്ത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അത് ഓൺ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സിൽ പോവുക, ഏഷ്യൻ റേഞ്ചിന്റെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമൊന്നും ആയിരിക്കത്തില്ല കിടക്കുന്നത്. ആവശ്യമുള്ളവർ ഈ ടൈം ഒന്ന് ആക്കുക. സ്റ്റൈലിൽ ചിലപ്പോൾ ഇതെല്ലാം ഓൺ ആയിരിക്കും. ഇത് മാത്രം ഓൺ ആക്കി ഇടുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ICT കിൽസോണിന്റെ സെക്ഷൻസിൽ പോയാൽ സ്റ്റൈലിൽ വന്നാൽ ഇതെല്ലാം ഓൺ ആയിരിക്കും. ഇതൊന്നും ആവശ്യമില്ല, വെറും 3 കാര്യങ്ങളും മതി. ലണ്ടൻ ഫിൽമിഡിൽ ഓൺ ആക്കുക, ന്യൂയോർക്കിന്റെ ഫിൽമിഡിൽ, ലണ്ടൻ ക്ലോസ് ഫിൽമിഡിൽ. ഇത് ഇത്രയൊന്ന് ഓൺ ചെയ്തിട്ട് ബാക്കി എല്ലാം ക്ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇൻപുട്സിൽ ഇതാ ഈ ഒരു ഫോർമാറ്റിൽ ടൈം അറേഞ്ച് ചെയ്യുക. ഓക്കെ, ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ ഒരു ഫോർമാറ്റിൽ ടൈം ഒന്ന് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഇവിടെ ഓരോ സെക്ഷന്റെയും കിൽസോൺ, അതായത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള ടൈമുകളാണ്. ഈ ടൈമിലാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളിയം വരുന്നത്. നിങ്ങൾ തന്നെ കണ്ടോളൂ, ഈ ഒരു കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യുന്ന കണ്ടില്ലേ? ഓക്കെ, ഇവിടെ നിന്നല്ലേ ഇത്രയും സമയം ഇങ്ങനെ ചെറിയ മൂവ്മെന്റ് എന്ന മാർക്കറ്റ് ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അതാണ് മാർക്കറ്റിൽ ഏറ്റവും വോളിയം ഉള്ള ടൈംസ്. ആ ഒരു ടൈമാണ് നമ്മുടെ കിൽസോൺ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാണിച്ചു തന്നത്. ഓക്കെ, ഇത് ഏഷ്യൻ, ഇത് ലണ്ടൻ, ഇത് ന്യൂയോർക്കിന്റെ AM, ഇത് ന്യൂയോർക്കിന്റെ PM. ഓക്കെ, ഈ ടൈമുകളിലാണ് മെയിൻ ആയിട്ട് ICT-ലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇൻട്രാഡേ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, അടുത്തത് ട്രേഡിംഗ് വ്യൂ MD5. ഞാൻ പറഞ്ഞല്ലോ, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇന്റർഫേസ്. ഇതാണ് ട്രേഡിംഗ് വ്യൂ. അറിയാതെ ആൾക്കാർ നോർമലി ഒരു വെബ്സൈറ്റ് എടുക്കുന്നത്, നേരെ ഗൂഗിളിൽ പോവുക, ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യുക. അപ്പം കുറേ കാര്യങ്ങൾ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. ട്രേഡിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും.
ഓക്കെ, സൈൻ അപ്പ് ചെയ്യുക. ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ മാർക്കറ്റുകളും, ട്രേഡിംഗ് മാർക്കറ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അമേരിക്ക ആണെങ്കിലും പുറത്തുള്ള ഏത് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പേർ ഏതാണോ അത് സെർച്ച് ചെയ്യുക. ഇപ്പം ഞാൻ നോക്കുന്നത് യൂറോ USD. അതിൻ്റെ ചാർട്ട്, ലോഞ്ച് ചാർട്ട് കൊടുത്താൽ ചാർട്ട് ഓപ്പൺ ആയി വരും. ഇതേപോലെ ഇന്റർഫേസ് വരും. ഇവിടെ ഈ താഴെ കിടക്കുന്ന എല്ലാം ടൈമാണ്, റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം പ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ കുറെ ടൂൾസ്, ഇവിടെ ടൈം ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. ഇഷ്ടം പോലെ വീഡിയോസ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, MT5 എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എൻട്രി എടുക്കാൻ വേണ്ടി, എൻട്രി ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി MT5 എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാം. ഇതിന്റെ ആപ്പ് യൂസ് ചെയ്താൽ മതി, നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പം MT5 നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുക. ട്രേഡിംഗ് വ്യൂ മാക്സിമം നിങ്ങൾക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ ലാപ്പിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് വലിയ സ്ക്രീനിൽ യൂസ് ചെയ്താലാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, മാർക്കറ്റിന്റെ സ്ട്രക്ചർ, ക്യാൻഡിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. റെഡ് ക്യാൻഡിൽ കണ്ടാൽ മാർക്കറ്റ് ഡൗൺ ആവുകയാണ്, ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ, ഇപ്പം ഞാനത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ, ഗ്രീനും ബ്ലാക്കും ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. മാർക്കറ്റിൽ മെയിനായിട്ട് 3 സ്ട്രക്ചറുള്ളത് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ഒറ്റ, അതായത് ഇങ്ങനെ ഒരിക്കലും മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല. ഓക്കെ, അതിനുവേണ്ടി മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഈ ഒരു ഫോർമാറ്റിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അപ് ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇതാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം മാർക്കറ്റ് ഒരു പ്രീമിയം പ്രൈസിൽ പോകുന്നു, ഒരു ഡിസ്കൗണ്ടിൽ വരുന്നു, പ്രീമിയത്തിൽ പോകുന്നു, ഡിസ്കൗണ്ട് വരുന്നു, പ്രീമിയത്തിൽ പോകുന്നു, ഡിസ്കൗണ്ട് വരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോർമൽ സാധനങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങനല്ലേ ചെയ്യുന്നത്. ആദ്യം ഒരു സാധനത്തിന്റെ വില കൂടുന്നു, നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് വില കൂടി ഒരു വില എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഇതിപ്പോ അത്യാവശ്യം നല്ല വിലയാണ്, നമ്മൾ പർച്ചേസ് ചെയ്യാതിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. അപ്പം വീണ്ടും ഡിസ്കൗണ്ട് വരത്തില്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ മാർക്കറ്റിന്റെ പ്രൈസ് ആദ്യം ഒരു പ്രീമിയത്തിൽ പോകുന്നു, ഡിസ്കൗണ്ട് വന്നു, പ്രീമിയത്തിൽ പോകുന്നു, ഡിസ്കൗണ്ട് വന്നു. ഈ ഒരു ഫോർമാറ്റിലും ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേപോലെ ഡൗൺ ട്രെൻഡ്. ഇത് രണ്ടിന്റെ കൂടാതെ വേറൊരു ട്രെൻഡ് കൂടി ഉണ്ട്, സൈഡ് വേസ് ട്രെൻഡ്. കൺസോൾട്ടേഷൻ എന്ന് പറയും. അതായത് മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും കാണില്ല, വെറുതെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കി ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ എല്ലാം നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു അപ് ട്രെൻഡ് ആണ്. ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് മുകളിലോട്ട് പോകില്ലേ. ഇവിടെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തേ, ഇതൊരു അപ് ട്രെൻഡ് ആണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഡൗൺ ട്രെൻഡ് മൂവ് ചെയ്തു. ഓക്കെ, അതേപോലെ സൈഡ് വേസ് ട്രെൻഡ് എവിടെ നോക്കിയാലും ഇത് കണ്ടില്ലേ, ഇത് സൈഡ് വേസ് ട്രെൻഡ് ആണ്. മാർക്കറ്റിന് വലിയ മൂവ്മെന്റ് ഇല്ല, വെറുതെ മാർക്കറ്റ് ഒരേ സൈഡിൽ തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇതേപോലെ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പേരെടുത്താലും ഈ ഒരു സ്ട്രക്ചേഴ്സ് ഫോം ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക. ഇത് റീറ്റെയിൽ പാറ്റേൺസ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്തിട്ടത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫോർമാറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. നോർമലി റീറ്റെയിലേഴ്സ്, സാധാരണക്കാർ ട്രേഡ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് കുറെ പാറ്റേൺസും അതോടൊപ്പം തന്നെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, നമ്മളെല്ലാം ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും സമയം സംസാരിച്ച ബേസിക് ആണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, എന്താണ് സ്മാർട്ട് മണി? മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റിനെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ മാർക്കറ്റിൽ നമ്മളെ പോലുള്ള വെറും സാധാരണക്കാർ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് മാത്രമാണോ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്? ഈ 1 ലക്ഷവും 10 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആയിരങ്ങൾ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണോ മാർക്കറ്റിലുള്ളത്? അല്ല, ഹ്യൂജ് ഫണ്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാർക്കറ്റിലുണ്ടല്ലേ, നല്ല എമൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ആൾക്കാർ ബാങ്കുകളാണ്. ഓക്കെ, ഇപ്പം എല്ലാ പ്രൈവറ്റ് ബാങ്ക്സും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എല്ലാ കൺട്രിയിലും സെൻട്രൽ ബാങ്കുകൾ മാർക്കറ്റിലെ ട്രേഡേഴ്സ് ആണ്, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണ്. മൂന്നാമതൊരു ആൾക്കാരുണ്ട്, അവരെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരാണ് മാർക്കറ്റിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ക്രിപ്റ്റോയുടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഇലോൺ മസ്ക്.
ഓക്കെ, ഇലോൺ മസ്കിനെ എല്ലാവർക്കും അറിയാം. ഇലോൺ മസ്ക് ട്വിറ്ററിൽ വന്നിട്ട് പല സമയത്തും ചില കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യാറുണ്ട്. ഐ ലവ് ഡോജ് കോയിൻ അല്ലെങ്കിൽ ഐ ലവ് ഷിബായിൻ, ഇങ്ങനെയൊക്കെ ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരു ക്രിപ്റ്റോ കറൻസിയാണ് അല്ലെ. പുള്ളിക്കാരൻ ഈ ഒരു ട്വീറ്റ് ഇടുന്ന ടൈമിൽ തന്നെ ആ ഒരു കറൻസിയുടെ വാല്യൂ നന്നായിട്ട് പമ്പ് ആവാറുണ്ട്. ഓക്കെ, പുള്ളി എന്താ ചെയ്തത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രിപ്റ്റോ കറൻസിയെ മാനിപ്പുലേറ്റ് ചെയ്തു, അതിൽ കൃത്രിമത്വം കാണിച്ചു അല്ലേ. ഇതാണ് പുള്ളി ചെയ്തത്. പുള്ളിക്ക് അതിനുള്ള പവർ ഉണ്ട്, അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റി. ഇതേപോലെ എല്ലാ ട്രേഡിംഗ് മാർക്കറ്റിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അവരാണ് ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂജ് ഫണ്ട് യൂസ് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവര്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കുറെ ആൾക്കാരുണ്ട്. ബ്ലാക്ക് റോക്ക്, ഓക്കെ, ഏറ്റവും വലിയ ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ്. JB മോർഗൻ, വാൾ സ്ട്രീറ്റ്, വാൻഗാർഡ് ഗ്രൂപ്പ്, ഇതൊക്കെ എന്താണ്, വേൾഡിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിംഗ് കമ്പനികളാണ്. ഇവരുടെ കയ്യിലെല്ലാം ഹ്യൂജ് ഫണ്ട് ഉണ്ട്. ഇവർക്ക് ഈ നമ്മുടെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യ സമയത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിലെ ട്രേഡിംഗ് വോളിയം എത്രയാണെന്നാണ് പറഞ്ഞത്. 7.5 ട്രില്യൺ ടു 9 ട്രില്യൺ ആണ് ഒരു ദിവസത്തെ ട്രേഡിംഗ് വോളിയം, അങ്ങനല്ലേ പറഞ്ഞത്. നിങ്ങൾ ബ്ലാക്ക് റോക്ക്, നിങ്ങളിതാ ഗൂഗിളിൽ പോയിട്ട് ബ്ലാക്ക് റോക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവരുടെ ടോട്ടൽ കപ്പാസിറ്റി എത്ര? 11.5 ട്രില്യൺ ആണ് അവരുടെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു ദിവസത്തെ ഫോറക്സ് മാർക്കറ്റിലെ ട്രേഡിംഗ് വോളിയത്തേക്കായി കൂടുതൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ വേൾഡിലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ മാർക്കറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അവര് കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു മാർക്കറ്റിൽ അവരുടെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ക്യാൻഡിൽസും ചാർട്ടും ഒക്കെ നോക്കിയിട്ട് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് SMC, ICT, ലിക്വിഡിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പേജിൽ പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതിലൊരു മെയിൻ കൺസെപ്റ്റ് ആണ് ICT കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ഫസ്റ്റ് ഉള്ളതാണ് ലിക്വിഡിറ്റി, സെക്കൻഡ് ഓർഡർ ബ്ലോക്ക്, തേർഡ് FEG, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഫ്യൂൽ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഞാനും അത് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നന്നായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാനെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറഞ്ഞുതരാം. മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് ഇങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രൈസ് ഇതാ ഈ ഒരു ഏരിയ എത്തുന്ന ടൈമിൽ നന്നായിട്ട് വീണ്ടും മുകളിലോട്ട് പോകുന്നത് അല്ലെ. ഇതിനെ നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ പറയുന്നത്? സപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, മാർക്കറ്റ് ഇവിടെ വരെ പോയി, ഇവിടെ വന്ന് വീണ്ടും മുകളിലോട്ട് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ എത്തുമ്പോൾ മുകളിലോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഓക്കെ, ഇതിനെ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് വേറൊരു ഫോർമാറ്റില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. വീണ്ടും മാർക്കറ്റ് ഇവിടെ വരുന്ന ടൈമിൽ, അതായത് മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്നാൽ മുകളിലോട്ട് പോകും എന്നാണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്കും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വെച്ചോ. അവർക്കും മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ചിലപ്പോൾ 10,000 കോടിയോ 1000 കോടിയോ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പം 1000 കോടി അവർക്ക് ഇവിടെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 കോടിക്ക് അവിടെ സെല് ചെയ്യാൻ ആൾ വേണ്ടേ? ഓക്കെ, മാർക്കറ്റിൽ ഒരാൾ ബൈ ചെയ്യുമ്പോൾ വിൽക്കാനുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പൊ 1000 കോടിക്ക് അവർക്ക് ഇവിടെ ബൈ ചെയ്യണമെങ്കിൽ 1000 കോടി വിൽക്കാൻ ആൾ വേണം. ഓക്കെ, അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഇവിടെ ആൾക്കാരെല്ലാം ബൈ ചെയ്യാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ വിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. അതേതാ? ഈ ഒരു ഏരിയ. ഇതെന്താ? നോർമൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ആൾക്കാർ ബൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചേക്കുമല്ലേ. ഇത് സെൽ ഓർഡർ അല്ലേ. ഇവിടെ നിന്ന് നമ്മളെ പോലുള്ള വെറും സാധാരണക്കാരായിട്ടുള്ള 1 കോടി ആൾക്കാർ ചെറിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യണമെന്ന് വെച്ചോ, അവരെല്ലാം ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാം എമൗണ്ടിന്റെ നഷ്ടം ബുക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് ഇവിടെ. അതാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്താൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് മുകളിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ കിട്ടി അല്ലേ. അതിന് എന്ത് ചെയ്യണം? മാർക്കറ്റ് ആദ്യം ഒന്ന് മുകളിലോട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയി മാർക്കറ്റിന് എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഇറക്കിക്കൊണ്ടുവന്ന് ഈ പറഞ്ഞ സെൽ ഓർഡർ എല്ലാം ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇതാണ്
നോർമലി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഈ നടന്ന കാര്യത്തെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടന്ന കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ കിടന്ന സെൽ ഓർഡർ എല്ലാം ഗ്രാബ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ മുകളിലോട്ട് പോയ സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഏരിയ, ഇതാണ് മാർക്കറ്റിൽ OB അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പുഷ് മൂവ്മെന്റ് ഉണ്ട്. ഈ ഒരു പുഷ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് FEG, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മാർക്കറ്റിൽ നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ മുകളിലോട്ട് പോയ മാർക്കറ്റിനെ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കിക്കൊണ്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പം 1000 കോടി അവർക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും 1000 കോടി ഇവിടെ പഞ്ചാവതില്ല. ഓക്കെ, അത്രയും വലിയ കപ്പാസിറ്റി ഇവിടെ കാണില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒറ്റ ക്ലിക്കിൽ അവർ ഇടുന്ന ഒരു ബൈയിങ് ഓർഡറിൽ ഒരു 500 കോടിയോ 400 കോടിയോ 600 കോടിയോ ഒക്കെ ആയിരിക്കും ബൈ ആവുന്നത്. ബാക്കി പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ കാണും. ഓക്കെ, ഈ പെൻഡിങ് ഓർഡേഴ്സ് മാർക്കറ്റ് എടുക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കിക്കൊണ്ട് വരും. അതോടൊപ്പം തന്നെ ഇവർ ഇവിടുന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഇത് എടുക്കാൻ വേണ്ടി അവർ തന്നെ മാർക്കറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് അവർ ചെയ്ത ഈ ഒരു എൻട്രി, ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നഷ്ടത്തിലായിരിക്കുമല്ലോ. അവരും ട്രേഡേഴ്സ് ആണല്ലോ, അവർക്ക് ലാഭമാണല്ലോ പ്രധാനം. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ ബ്രേക്ക് ഈവന് ക്ലോസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, നഷ്ടമില്ല ലാഭമില്ല എന്നുള്ള സിറ്റുവേഷനിൽ അവർക്ക് അതിനെ ക്ലോസ് ചെയ്യിപ്പിക്കണം. ഇതിനൊക്കെ വേണ്ടി മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു FEG-ലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു OB-ലോട്ടോ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇതിലോട്ട് ഇറങ്ങി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ തന്നെ വീണ്ടും മുകളിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. ഓക്കെ, ഇതാണ് നമ്മളെ പോലുള്ള ICT-ലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യം. ഓക്കെ, അത് ഞാൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ OB ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. OB എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, മാർക്കറ്റിലെ പെൻഡിങ് ഓർഡേഴ്സ് തന്നെയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു അപ്പ് മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മാർക്കറ്റ് ഇപ്പം ഈ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അപ്പ് മൂവ്മെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റിൽ നിന്ന് ഡൗൺ വന്നിട്ടുണ്ട്. ആ ഡൗണിന് ശേഷമാണ് മാർക്കറ്റ് അപ്പ് മൂവ്മെന്റ് തന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അപ്പ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് OB അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് OB എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ്പ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഇത് ബുള്ളിഷ് OB ആണ്. ഇതേപോലെ തന്നെയാണ് ഡൗൺ മൂവ്മെന്റ്. ഇതാ ഇങ്ങനെ ഒരു മൂവ്മെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഡൗൺ മൂവ്മെന്റ് തരുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ബൈയിങ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് സെൽ OB എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് മാർക്കറ്റിൽ നോക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എങ്കിലും ഒന്ന് നിങ്ങൾ നോക്കിക്കോ. ഇതിപ്പോ മാർക്കറ്റ് ഡൗൺ മൂവ്മെന്റ് അല്ലേ. ഈ ഒരു ഡൗൺ മൂവ്മെന്റിൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയി, എന്നിട്ടാണ് ഇത്രയും വലിയൊരു ഡൗൺ മൂവ്മെന്റ് തന്നത് അല്ലേ. അപ്പം ആ ഒരു ഡൗൺ മൂവ്മെന്റ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് OB ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാണില്ല, ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോയി, പിന്നീട് മാർക്കറ്റ് നന്നായിട്ട് ഡൗൺ ആയി. ഇതൊക്കെ എന്താണ്, OBs ആണ്, ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള OB ഉണ്ട്, ഇൻവാലിഡ് ആയിട്ടുള്ള OB ഉണ്ട്. ഇതെല്ലാം മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ പോയിന്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇത് ഫെയിൽ ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്, വർക്ക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. ഇതിലൊക്കെ ഏതാണ് വാലിഡ് OB, ഏതാണ് ഇൻവാലിഡ് OB എന്നുള്ളത്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ എന്താണ് മാർക്കറ്റ് ഈ ഒരു OB-യിൽ വന്നിട്ട് റിയാക്ട് ചെയ്ത് പോയാണ്ടില്ലേ. അപ്പൊ ഇതൊരു വാലിഡ് OB ആണ്. ഓക്കെ, അതേസമയം പല ഭാഗങ്ങളിലും ഇൻവാലിഡ് OB ഉണ്ട്, റിജക്റ്റ് ആയി പോകുന്ന OB ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ആവാത്ത OBs ഉണ്ട്. ഓക്കെ, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ലിക്വിഡിറ്റിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, FEG എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് FEG. ഡിഫറൻസ് അല്ല, ഒരു ഗ്യാപ്പ്.
ഇത് മൂന്നും ഒരു ക്യാൻഡിലാണ് നിങ്ങൾ കൂട്ടിക്കുക. ഓക്കെ, ഇത് മൂന്നും ഒരു ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? അപ്പോൾ ഒരു ക്യാൻഡിലിന് എന്തൊക്കെ ഉണ്ട്? ഒരു ബോഡി ഉണ്ട്, ഒരു വിക്കും ഉണ്ട്, ഇതേപോലെ ചെറിയൊരു ലൈനും കാണും. ഓക്കെ, ഈ ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, ഇതാണ് FVG, ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സമയം ഇത് ഡൗൺ മൂവ്മെന്റ് ഉള്ള ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ ഞങ്ങൾക്ക് മാർക്കറ്റ് കാണിച്ചു തരാം, കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, ഈ ഒരു 3 ക്യാൻഡിൽ ഉണ്ടല്ലേ, ഇത് ഒന്നാമത്തെ ക്യാൻഡില്, ഇത് രണ്ടാമത്തെ ക്യാൻഡില്, ഇത് മൂന്നാമത്തെ ക്യാൻഡില്. ഓക്കെ, ഈ ഒന്നാമത്തെ ക്യാൻഡിലും ഇത് 1, ഇത് 2, ഇത് 3, ഈ 1ഉം 3ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടല്ലേ? ഈ ഒരു ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ FVG എന്ന് പറയുന്നത്. ഇതെന്താണ് മാർക്കറ്റില് ഒരു റിയാക്ഷൻ പോയിന്റ് ആണ്. ഇതാ കണ്ടില്ലേ, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയ കണ്ടില്ലേ? ക്ലിയർ? ഇത് മാർക്കറ്റിൽ എന്താണ്? ഒരു റിയാക്ഷൻ പോയിന്റ് ആണ്. അതേപോലെ നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഇത് ഒന്നാമത്തെ ക്യാൻഡില്, ഇത് രണ്ടാമത്തെ ക്യാൻഡില്, ഇത് മൂന്നാമത്തെ ക്യാൻഡില്. ഓക്കെ, ആ 3 ക്യാൻഡിലുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് ഡൗൺ പോയിട്ട് വീണ്ടും ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ OB പറഞ്ഞു, ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലായിടത്തും ഇതേപോലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഉള്ളത് തന്നെ വാലിഡും ഉണ്ട്, ഇൻവാലിഡും ഉണ്ട്. ഇത് ഒന്നാമത്തെ ക്യാൻഡില്, ഇത് രണ്ടാമത്തെ ക്യാൻഡില്, മൂന്നാമത്തെ ക്യാൻഡില്, അതിൻ്റെ ഇടയിലുള്ള ഓക്കെ, കണ്ടല്ലേ? അവിടെ ഒന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തു, നേരെ ഡൗൺ ആയി. ഓക്കെ, അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പും OBയും ലിക്വിഡിറ്റി ഏരിയാസും ഒക്കെ എന്താണ്? മാർക്കറ്റിലെ റിയാക്ഷൻ പോയിന്റുകളാണ്. ഈ റിയാക്ഷൻ പോയിന്റുകൾ വൃത്തിക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് നല്ലൊരു എൻട്രി കൺസെപ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയാണ്. അതിന് 2 കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വേറെ ഒന്നുമല്ല, ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ഇതാ ഈ ഒരു ഫോർമാറ്റാണ് മുകളിലോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞത്. ഈ മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ് ആ മുകളിലോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് ഡൗൺ ആവാൻ തുടങ്ങും. അതായത് മുകളിലോട്ട് പോകുന്നത് നേരെ റിവേഴ്സ് ആവാൻ പോവുകയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫോർമാറ്റ് 2 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്. അതാണ് MSS, BMS. MSS എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതായത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് വന്നേ, ആദ്യം ഒരു അപ്പ്, ഒരു ഡൗൺ, ഒരു അപ്പ് ഡൗൺ, ഒരു അപ്പ് മൂവ്മെന്റ്, ഒരു ഡൗൺ മൂവ്മെന്റ്, വീണ്ടും ഒരു അപ്പ് മൂവ്മെന്റ്, ഇങ്ങനല്ലേ? ഇതിനുശേഷം വീണ്ടും മുകളിലോട്ടാണ് പോകേണ്ടതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെ? അതിന് പകരം മാർക്കറ്റ് ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളല്ലോ ഇതില്ലേ, ഇത് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് MSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ട്രക്ചറിന്റെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളല്ലോ, അത് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് MSS, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സംഭവിച്ചാൽ നോർമലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുകളിലോട്ട് പോകുന്ന മൂവ്മെന്റ് അവസാനിക്കാൻ സമയമായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് കിട്ടിയാൽ നമുക്കൊരു 50% ഉറപ്പിക്കാൻ പറ്റും മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി തുടങ്ങുവാണ്. ഓക്കെ, 50% മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. അത് കുറച്ചുകൂടെ കൺഫേം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ MSSന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പുഷ് ചെയ്യാതെ നമ്മുടെ ഡൗൺ സൈഡ് മൂവ്മെന്റ് എങ്ങനെ ഈ ഒരു ഫോർമാറ്റ് അല്ലേ, ആ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, MSSന് ശേഷം വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്താൽ ഇതിന് പറയുന്ന പേരാണ് BMS, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവാൻ തുടങ്ങി. ഓക്കെ, ഈ 2 കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മുകളിലോട്ട് വന്നൊരു മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ്, നേരെ ഡൗൺ സൈഡ് ഉള്ള ഒരു മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ നേരെ ഓപ്പോസിറ്റ് മൂവ്മെന്റ് ഇതേപോലെ തന്നെ ഇങ്ങനെയല്ലേ ഡൗൺ സൈഡ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ സ്ട്രക്ചർ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു? MSS സംഭവിച്ചു, BMS സംഭവിച്ചു. ഓക്കെ,
ഇതാണ് ICT നോർമലി യൂസ് ചെയ്തു വരുന്ന കുറച്ച് ബേസിക്, ICT ബേസിക് എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് കാര്യങ്ങൾ. അതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഔട്ട്ലൈനെ മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു എൻട്രി കൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇൻട്രാഡേയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു എൻട്രി കൺസെപ്റ്റ്. ക്ലിയർ? അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോക്കിയിരുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റില് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച സെക്ഷൻസ്. ഓക്കെ, മാർക്കറ്റിന്റെ സെക്ഷൻസ്, മാർക്കറ്റിലെ ഓരോ സെക്ഷന്റെ ഹൈയും ലോയും മാർക്കറ്റിലെ റിയാക്ഷൻ പോയിന്റുകളാണ്, അല്ലെങ്കിൽ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ലിക്വിഡിറ്റി ഏരിയാസ് എന്താണ്? മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ആ ഏരിയ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത് ഏഷ്യൻ സെക്ഷൻ ആണ്. ഈ ഒരു ഏഷ്യൻ സെക്ഷന്റെ സമയത്ത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈയും ലോയും മാർക്കറ്റിൽ എന്താണ്? റിയാക്ഷൻ പോയിന്റുകളാണ്. ഓക്കെ, അപ്പം അത് ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ള. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇതിന്റെ ഹൈ, ഇതിന്റെ ലോ, ഏഷ്യൻ സെക്ഷന്റെ ഹൈയും ലോയും, ഇതെന്താണ്? റിയാക്ഷൻ പോയിന്റ് അല്ലേ? അപ്പം ഈ ഒരു ലോ മാർക്കറ്റ് ഒന്ന് ഗ്രാബ് ചെയ്ത് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇതാ മുകളിലോട്ട് പോയണ്ടല്ലേ? ഓക്കെ, ഇത് നോർമലി മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഓരോ സെക്ഷന്റെ ഹൈയും ലോയും മാർക്കറ്റിലെ റിയാക്ഷൻ പോയിന്റുകളാണ്. ആ ഒരു റിയാക്ഷൻ പോയിന്റ് വെച്ചുകൊണ്ട് ഞാൻ എൻട്രി നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പം ഒരു സെക്ഷന്റെ ഹൈ, ഇതൊരു സെക്ഷന്റെ ലോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു ഫോർമാറ്റ്, ഈ സെക്ഷന്റെ ഹൈയും ലോയും നോക്കേണ്ട 15 മിനിറ്റിലാണ്. 15 മിനിറ്റിൽ ഈ സെക്ഷന്റെ ഹൈയും ലോയും നോക്കുക. ഓക്കെ, മാർക്കറ്റ് മൂവ് ചെയ്തു, ഈ സെക്ഷന്റെ ഹൈയോ അല്ലെങ്കിൽ ലോയോ മാർക്കറ്റ് ആദ്യം ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആവണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 15 മിനിറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ 1 മിനിറ്റിലോ 3 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുക. ഓക്കെ, ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ടോ എന്നെങ്ങനെ നമ്മൾ നോക്കുന്നത്? MSS BMS മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടോ, ചെറിയ ടൈം ഫ്രെയിമിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 1 മിനിറ്റിലോ 3 മിനിറ്റിലോ MSS BMS ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച FEG അല്ലെങ്കിൽ OB അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സംഭവിക്കുന്ന MSSന്റെയോ BMSന്റെയോ ഒക്കെ ക്യാൻഡിൽസിനകത്തുണ്ടെങ്കിൽ അത് മാർക്കറ്റിന് ഒരു റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു FEG ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം BMS സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു BMS സംഭവിച്ച ഏരിയയിൽ ഒരു FEG ഉണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? അവിടെ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് എൻട്രി. നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന എൻട്രി കൺസെപ്റ്റ്. ഇത് നിങ്ങൾ എന്തൊക്കെ നോക്കിയാൽ മതി? 15 മിനിറ്റിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാർക്കറ്റിലെ വരയ്ക്കുക. ഓക്കെ, സെക്ഷൻസിനെ ബേസ് ചെയ്ത് ലിക്വിഡിറ്റി ഏരിയ വരയ്ക്കുക. ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് 1 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ MSSO BMSO സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. MSS BMS സംഭവിക്കുന്ന ഏരിയാസിൽ ഒരു FEG ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ FEG ക്യാൻഡിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത് ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ എടുത്ത ഒരു എൻട്രി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇന്നത്തെ ഏഷ്യൻ സെക്ഷൻ, ഇത് ലണ്ടൻ സെക്ഷൻ. ഓക്കെ, ഈ സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ലണ്ടൻ ഓപ്പൺ ചെയ്തപ്പോൾ മാർക്കറ്റ് ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? 1 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റിലെ റിയാക്ഷൻ നോക്കുക എന്നുള്ളതാണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പുതിയ സ്ട്രക്ചർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു അപ്പ് മൂവ്മെന്റിനുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മളിവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതാണല്ലേ ഈ ഷിഫ്റ്റ് സംഭവിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, OB ഉണ്ട്, FEG ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു FEGയിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, ഈ സ്വിംഗ് ലോ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് വെക്കണം. ടാർഗറ്റ് ഒരു 1:2 വെച്ചാൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ രണ്ടും നടന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ടാർഗറ്റ് ആയിട്ടുണ്ട്. 1:2ന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇൻട്രാഡേയിൽ അത്യാവശ്യം കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു എൻട്രി കൺസെപ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾ മാർക്കറ്റ് നന്നായിട്ടൊന്ന് വാച്ച് ചെയ്തോളൂ. ഇതേപോലെ സെക്ഷൻസിന്റെ ഹൈയും ലോയും എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന സാഹചര്യങ്ങൾ കൂടുതലാണ്. ഓക്കെ, ഇതാ ഇവിടെ കണ്ടില്ലേ, ഏഷ്യൻ സെക്ഷന്റെ ലോ ഇതല്ലേ, അത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഗ്രാബ് ചെയ്യുന്നു. ലണ്ടന്റെ ലൈവിൽ എന്തായി, റിവേഴ്സ് ആയി. ഈ സമയത്ത് നമുക്ക് ഇത് എൻട്രി പുഷ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ഗ്രാബ് ചെയ്യുന്നു, റിവേഴ്സ് ആയി. ഗ്രാബ് ചെയ്തു, റിവേഴ്സ് ആയി. ഗ്രാബ് ചെയ്തു, റിവേഴ്സ് ആയി. ഇതേപോലെ നിങ്ങൾ ഓരോ സെക്ഷൻസ്, ഓരോ പെയർ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ. യൂറോയും GBP ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കണ്ടില്ലേ, ഇപ്പം തന്നെ ഈ ലാസ്റ്റ് ഒരു 5-6 ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ എത്ര എൻട്രീസ് കൂടെ പുഷ് ചെയ്യാൻ പറ്റി. ഗ്രാബ് ചെയ്തു, റിവേഴ്സ് ആയി. മനസ്സിലായില്ലേ? ഈ ഒരു ഫോർമാറ്റിൽ ഇൻട്രാഡേ ട്രേഡ്സ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് നോക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ലൈവ് ട്രേഡ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണിച്ച ഈ എൻട്രീസ് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂടെ മാർക്കറ്റിൽ അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മൾ GBP എടുത്ത എൻട്രി ആയിരുന്നു. സ്റ്റുഡൻസും നമ്മളും എല്ലാവരും ഒരുമിച്ച് മാർക്കറ്റ് അനലൈസ് ചെയ്തെടുത്തതാണ്. ഇതും പോസിറ്റീവായിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റിയ എൻട്രിയാണ്. ഇതേപോലെ ഓരോ എൻട്രീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ ഇങ്ങനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ വൃത്തിക്കൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡും നമുക്ക് ഇതേപോലെ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ റണ്ണിങ് ട്രേഡ്സ് 2 ഉണ്ട്. സ്റ്റുഡൻസ് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത റണ്ണിങ് ട്രേഡ്സ് ഉണ്ട്. എടുത്തുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് കഴിഞ്ഞ വീക്ക് എടുത്തൊരു AUD, അത് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, സെയിം ഈ പറഞ്ഞ ലിക്വിഡിറ്റി ഗ്രാഫും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, ആദ്യം സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നു. ഓക്കെ, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു. ഗ്രാബ് ചെയ്തിട്ട് നമ്മൾ നോക്കിയത്, ഇതൊരു ഡേ ടൈം ഫ്രെയിമിലാണ് ഈ ഒരു ഗ്രാബ് നമ്മൾ നോക്കിയത്. അത് 4 hourൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി. അത് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു FEG എടുത്തു ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് പോയി. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ ടൈം ഫ്രെയിം എടുത്ത് അവിടെ നോക്കിയപ്പോൾ 3 hour നോക്കിയ സമയത്ത് വീണ്ടും അതേപോലെ നല്ലൊരു കണ്ടീഷൻ മാർക്കറ്റ് മേക്ക് ചെയ്ത് കിട്ടുന്നത് കണ്ടപ്പോൾ ആണ് നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ഭാഗത്ത് ഈ എൻട്രി പുഷ് ചെയ്തത്. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു, ടാർഗറ്റ് 1:2 വെച്ചു. അത് കറക്റ്റായിട്ട് അച്ചീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു എൻട്രി. ഇനി ഇത് കൂടാതെ ഇതൊരു റണ്ണിങ് ട്രേഡ് ആണ്. ഓക്കെ, ഇത് ഇങ്ങനെയല്ല നമ്മൾ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ഏരിയയിലായിട്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ മാർക്കറ്റ് അത്യാവശ്യം ഒന്ന് മൂവ് ചെയ്തപ്പം ബ്രേക്ക് ഈവനിലോട്ട് എത്തിച്ചതാണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് FEGയിൽ നിന്നെടുത്ത എൻട്രിയാണ്. ഇത് ഓൾറെഡി റണ്ണിങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ട്രേഡ് കൂടി റണ്ണിങ് ഉണ്ട്. ഇതും റണ്ണിങ് ആണ്. ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഇവിടെ ഈ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. FEGയിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റുഡൻസിൻ്റെ കൂടെ അനലൈസ് ചെയ്തെടുത്ത ട്രേഡാണ്. അതും റണ്ണിങ് ആണ്. ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നിങ്ങൾക്കും വാച്ച് ചെയ്യാം, നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്തോ. ഇതെല്ലാം നമ്മൾ റിയൽ മാർക്കറ്റിൽ ഒരുമിച്ച് ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാണിച്ചു തരികയും ചെയ്യാം. ഇത് നമ്മുടെ ട്രേഡ് അപ്ഡേറ്റ്സിന്റെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിൽ മെന്റേഴ്സ് മാത്രമേ ട്രേഡ് ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, മാർക്കറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം എന്താ, ഈ ഒരു എൻട്രി NSB CHFൽ നമ്മളെടുത്തൊരു എൻട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് സ്റ്റുഡൻസിലൂടെ നമ്മൾ ലൈവിൽ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു. അത്യാവശ്യം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കുറച്ച് 2 ദിവസമായി എൻട്രി എടുത്തിട്ട്. കണ്ടില്ലേ, അത് അത്യാവശ്യം മൂവ് ചെയ്ത സമയത്ത് ഒരു 1:2 മുകളിൽ മൂവ് ചെയ്ത സമയത്ത് അത് എങ്ങനെ SL ട്രയൽ ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റുഡൻസ് ഹോൾഡിംഗ് ആണ്. അതേപോലെ വ്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.
അപ്പം എൻട്രിക്ക് മുന്നേ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു ഫോർമാറ്റ് കിട്ടിയാൽ എൻട്രി എടുക്കാം എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിൽ നമ്മുടെ വ്യൂ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻട്രീസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അത് ലണ്ടൻ സെക്ഷനിലും ന്യൂയോർക്കിലും നമ്മളൊരു എൻട്രി എടുത്ത് പുഷ്, അതായത് ഇത്ര പോയിന്റിൽ ഒരു എൻട്രി, ഈ പ്രൈസിൽ ഒരു എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്ക്, ടാർഗറ്റ് ഇവിടെ വെക്ക് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറേയില്ല. അങ്ങനല്ല നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. പല ആൾക്കാരും അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്, പല ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ആവാനേ പറ്റത്തില്ല. നിങ്ങൾക്ക് മാർക്കറ്റ് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റിയൽ മാർക്കറ്റിന്റെ എൻട്രി കൺസെപ്റ്റ്, ഇപ്പൊ ഞാനൊരു എൻട്രി കൺസെപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഇതേപോലെ നമ്മുടെ ടോട്ടൽ എൻട്രി കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ എൻട്രി കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് റിയൽ മാർക്കറ്റിൽ ഒരുമിച്ച് ട്രേഡ് ചെയ്യും. ഞങ്ങളും ആ എൻട്രി പുഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അതേ ടൈമിൽ തന്നെ എൻട്രി എടുക്കാം. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഒരുമിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ബിൽഡ് ആവുന്നത്, സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത്. ഇതാ കണ്ടില്ലേ, ഈ GBP-CHFന്റെയും അതോടൊപ്പം തന്നെ NSP-CHF എല്ലാം നമ്മൾ ഒരേപോലെ മാർക്കറ്റിൽ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ലൈവിൽ കയറാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇതും സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രേഡ് എടുത്തതാണ്, അതും ടാർഗറ്റ് ആയിരുന്നു. വ്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ AUD USD ഞാൻ അനലൈസ് ചെയ്തെന്ന് എൻട്രിയ, അത് നമ്മൾ മാത്രമല്ല എടുത്ത് നമ്മുടെ സ്റ്റുഡൻസിനും അത് കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലേ, ഇത് ടാർഗറ്റ് ആയതാണ്. അതിന് മുന്നേ അതാ കണ്ടില്ലേ, AUD USD NSP USD രണ്ടും ടാർഗറ്റ് ആയ എൻട്രീസ് ആണ്. ഓക്കെ, ഈ രണ്ടും അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ 5-ാം തീയതി ഇട്ടതാണ്. അത് ടാർഗറ്റ് ആയതോ ടാർഗറ്റ് ആയത് 6-ാം തീയതി. 6-ാം തീയതി നമ്മൾ 5-ാം തീയതി അത് പോസ്റ്റ് ചെയ്തു, 6-ാം തീയതിയാണ് ടാർഗറ്റ് ആയത്. കണ്ടില്ലേ, ഇതേപോലെ മാർക്കറ്റ് നിങ്ങൾക്കും അനലൈസ് ചെയ്ത് ഞങ്ങളോട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എടുത്തതിന്റെ പ്രോഫിറ്റ്സ് ഞാൻ ചാർട്ട് മാത്രമല്ല സ്റ്റുഡൻസിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇന്നത്തെ എൻട്രിയുടെ പ്രോഫിറ്റ്സ് സ്റ്റുഡൻസ് തന്നെ ഷെയർ ചെയ്തതാണ്. ഓക്കെ, കുറച്ച് മുന്നേ ഞാനൊരു ഫണ്ടഡ് അക്കൗണ്ട്സ് കാണിച്ച സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഋഷി എന്നുള്ള പേര് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായത്. ഇതൊക്കെ വെറും ബിഗിനറാണ്, വെറും ബിഗിനർ എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട്. ഇതാ ഇവിടൊക്കെ പ്രോഫിറ്റ് കണ്ടില്ലേ, എന്നിട്ട് പോലും അവർക്കൊന്നും മാർക്കറ്റിൽ ഒന്നും അറിയില്ല, ലേഡിയാണ്, മാർക്കറ്റിനെ പറ്റി ഒരു കാര്യങ്ങളും അറിയത്തില്ല. എന്നിട്ട് പോലും നമ്മുടെ കൂടെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് അവർ ചെറിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നു. ഗോൾഡിലെടുത്ത എൻട്രീസ് ആണ്. നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ്, പ്രോഫിറ്റ് മാത്രമല്ല സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. യൂറോയിലാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഇന്നലെ ഏതാ എൻട്രി സ്റ്റോപ്പ് ലോസ് അടിച്ചത്? ഓക്കെ, $56 പ്രോഫിറ്റ്, 27, 37, 38. ഇതെല്ലാം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഗൈഡ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. $185 പ്രോഫിറ്റ്. ഇതിലൊക്കെ റിയൽ അക്കൗണ്ട്സും ഉണ്ട്, ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. $50 പ്രോഫിറ്റ്. ഓക്കെ, കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൂടെ തന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന പോലെ വലിയൊരു ഹ്യൂജ് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളിവിടെ വാങ്ങുന്നില്ല. ഓക്കെ, മെന്റൽസിൻ്റെ കൂടെ ലൈവ് ട്രേഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഞങ്ങൾ ടോട്ടൽ എൻട്രി കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് പോലും നമ്മൾ ടോട്ടൽ വലിയ എമൗണ്ട് ഒന്നും വാങ്ങുന്നില്ല. വെറും 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്ത് ലൈവ് ട്രേഡ് 2 മാസത്തെ 2-3 മാസത്തെ വിത്ത് ലൈവ് ട്രേഡ് നിങ്ങൾക്ക് ഞങ്ങളോട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വെറും 1500 മാത്രമേ ഫീസ് ഉള്ളൂ. ഓക്കെ, അത് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ്. നാളെ നൈറ്റ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലോട്ട് നോക്കാം. മാർക്കറ്റിനെ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. വെറുതെ കുറച്ച് എൻട്രി എടുക്കാൻ വേണ്ടി ആരും വരണ്ട, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുമില്ല. ഇവരെടുത്ത് ബൈ ചെയ്യും, ഇവരെടുത്ത് സെല്ല് ചെയ്യും എന്ന് നമ്മൾ പറയാറില്ല. ഒരു ടിപ്സോ കാര്യങ്ങളോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഇതേപോലെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ഈ ഒരു കോസ്റ്റ് മുടക്കിക്കൊണ്ട് തയ്യാറാവാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ സെക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞുതരാം. ICT SMC ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട്, അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്.
1500 ഫീസ്. നാളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽഡ് ക്ലാസ് മാത്രമല്ല, ക്ലാസ് ആർക്ക് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരുന്ന ടൈമിൽ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിന് ശേഷം നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, റിയൽ മാർക്കറ്റ് എക്സ്പീരിയൻസ്, അതൊരു എക്സ്പീരിയൻസ്ഡ് വ്യക്തിയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അവിടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഫോർമാറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹലോ, അടുത്ത സെക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? നാളെ അല്ലാതെ? അത് ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്ത സെക്ഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പ് ത്രൂ ചെയ്താൽ മതിയോ? മതി, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ബ്രോ? ആ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് പാടെ? ഇൻഡിക്കേറ്റേഴ്സ് സ്ക്രീൻ ഷെയർ ചെയ്യണോ അതോ പറഞ്ഞാൽ മതിയോ? ഏഷ്യൻ റേഞ്ച് ബൈ നിക്കോ. ഏഷ്യൻ റേഞ്ച് അത് നിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ICT സെക്ഷൻസ് കിൽസോൺ എന്നുണ്ട്. ഈ രണ്ടെണ്ണമാണ്. ഓക്കെ, ടൈമിങ് നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. ഈ ഒരു ടൈം ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 7:30 ടൈമൊക്കെ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ക്ലാസിന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. നിങ്ങൾ നോർമൽ ആൾക്കാർ ചിന്തിക്കുന്നവർ ചിന്തിക്കല്ല. ഞാനൊക്കെ കുറെ നാൾ അങ്ങനെ ചിന്തിച്ചതാ. ഫോറക്സ് അല്ല, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും തിയററ്റിക്കൽ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് റെഡി ആവില്ല. ഒരു സ്കില്ല് നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആവില്ല. ഓക്കെ, സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ച സ്കില്ല് എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ്ഡ് വ്യക്തിയുടെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവിംഗ് പോലും നമ്മൾ അങ്ങനല്ലേ. നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചിട്ട് പിന്നെ കുറെ നാൾ കൈ തെളിയാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ ട്രേഡിംഗ്. അതാണ് ലൈവ് ട്രേഡിങ്ങിന്റെ ഏറ്റവും ബെനിഫിറ്റ്സ്. അത് എക്സ്പീരിയൻസ്ഡ് വ്യക്തിയുടെ കൂടെ നിന്ന് റിയൽ മാർക്കറ്റ് നിങ്ങളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കണം. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. എങ്കിലേ ഡെവലപ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് നമ്മളോടൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചാറ്റിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്തിടാം. ആ ഒരു നമ്പറിലോട്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്ത് തരും. ഒരു മിനിറ്റ്, നമ്പർ ഞാൻ തരാം. ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു വെബിനാറിന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് വന്ന വെബിനാറാണ്. ഈ ഒരു വെബിനാറിന് കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് 10 ഇരട്ടി ക്വാളിറ്റിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അത് ഗ്യാരണ്ടിയാണ്. അതിനകത്തൊരു ക്വാളിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അത്രയും ഗ്യാരണ്ടി ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന കാര്യം അത്രയും ട്രസ്റ്റബിൾ ആണ്. ഞങ്ങൾ ചെയ്യുന്ന സെയിം കാര്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സെയിം മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ലൈവ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ലൈവ് ട്രേഡിങ്ങിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് സെക്ഷൻസിന് ബേസ് ചെയ്തിട്ടാണ്. ലണ്ടന്റെ ടൈമും ന്യൂയോർക്കിന്റെ ടൈമിലും കാണും. ചില സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ന്യൂയോർക്ക് മാത്രമേ കാണും. ഓക്കെ, പിന്നെ സ്വിംഗ് ട്രേഡ്സ് നമ്മൾ ഓരോ സെക്ഷന്റെ ടൈമിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്കോഡ് കമ്മ്യൂണിറ്റി കാണിച്ചല്ലോ, അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ഫോറക്സിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ആരുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ബിൽഡ് ചെയ്യാം. ആ, പറഞ്ഞു. വാട്സ്ആപ്പ് നമ്പർ ഒന്നും കൂടെ ഷെയർ ചെയ്തേക്കാവോ? എനിക്ക് മറ്റേ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. ഓക്കെ, ഞാൻ നമ്പർ പറയാം. 944. ഒരു മിനിറ്റ്, ഗൂഗിൾ പേ നമ്പർ ആണോ? അതെ, ഗൂഗിൾ പേ നമ്പർ അല്ല, വാട്സപ്പ് നമ്പർ ആണ്. അത് ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഷെയർ ചെയ്ത് തരും. ഓക്കെ, 944 7 355 886. അല്ലേ? ഓക്കെ, ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി.
ഷെയർ ചെയ്തു. ഓക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആരുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കുക, ലൈവ് ട്രേഡിങ്ങിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, നോർമലി പണ്ടത്തെ ആൾക്കാർക്ക് പറ്റുന്ന പോലെ ഞാനൊക്കെ തുടക്ക സമയത്ത് ഒരുപാട് അബദ്ധം കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒന്നും പോവാതെ ലൈവ് ട്രേഡിങ്, ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ലൈവ് ട്രേഡിംഗ് ആണ്. റിയൽ മാർക്കറ്റിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് മെന്ററിന് മെസ്സേജ് അയക്കുകയും ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വിളിക്കുകയും ചെയ്യാം. കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റി ചോദിക്കുകയും ചെയ്യാം. എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെല്ലാം അടുത്ത ബാച്ചിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാന്നാ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അബ്ദുൾ റസാഖ് ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.